ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ ഈ വ്ളോഗ് തിരുപ്പൂരിൽ നിന്ന് രാത്രി എടുക്കുക കേട്ടോ. 10-11 മണിയൊക്കെ അവിടെ. എന്താ വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ്. ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു 8 മാസമായി. അതേമാതിരി മോണിറ്റൈസേഷൻ ആയിട്ട് ഒരു 4 മാസമായി. മോണിറ്റൈസേഷൻ ആയതിൻ്റെ ശേഷം നമുക്ക് ഫസ്റ്റത്തെ മാസം ഒരു 10 ചില്ലറയും കിട്ടിയിരിക്കണം. രണ്ടാമത്തെ മാസം ഒരു 12 ചില്ലറയും കിട്ടിയിരിക്കണം. മൂന്നാമത്തെ മാസം 16 ചില്ലറയും കിട്ടിയിരിക്കണം. നാലാമത്തെ മാസം 36 ചില്ലറയും കിട്ടിയാണ് കഴിഞ്ഞ മാസം. പക്ഷേ ക്രെഡിറ്റ് ആയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഈ മാസം കഴിഞ്ഞ മാസത്തെ ഈ മാസം ക്രെഡിറ്റ് ആകുക. അങ്ങനെ അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇതൊന്നല്ല. കുറച്ച് ആൾക്കാർ എന്നെ കുറിച്ച് പറയണത്, ഒന്ന് ഞാനൊരു പെണ്ണുമ്മയാണെന്നുള്ളതാണ്. പെരയിൽ പെണ്ണുങ്ങളെ സഹായിക്കണത്, അടുക്കളയിൽ സഹായിക്കണത്, അങ്ങനത്തെ ഒരു ഭർത്താവ് പെണ്ണുമ്മയാണെങ്കിൽ ഞാൻ പെണ്ണുമ്മയാണ്, എനിക്ക് സംശയമല്ല. പെണ്ണുങ്ങളെ സഹായിക്കാനും വേണ്ടി ചിലപ്പോൾ തിരുമ്പലുണ്ടാവും. അങ്ങനത്തെ ഒരാൾ പെണ്ണുമ്മയാണെങ്കിൽ ഞാൻ പെണ്ണുമ്മയാണ്, എനിക്ക് സംശയമല്ല. പിന്നെ പെണ്ണുങ്ങൾ ബൈക്കോട്ട് ബേക്കിൽ ഇരുന്ന് പോണ ആൾ പെണ്ണുമ്മയാണെങ്കിൽ ഞാൻ പെണ്ണുമ്മയാണ്, അതിന് സംശയമൊന്നുമില്ല. ഇതൊക്കെ ഒരു നമ്മളൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. മാപ്പിളും പെണ്ണുങ്ങളും പിന്നെ അടുക്കളയിൽ ഒന്നിച്ച് സംസാരിക്കലും ഒന്നിച്ചിങ്ങനെ കുക്ക് ചെയ്യലും കാര്യങ്ങളും, അതേമാതിരി ഓരോ പണി അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കലൊക്കെ അതൊരു ജീവിതത്തിന്റെ ഭാഗമാണ്. അതൊക്കെ രസമാണ്. അതൊരു പെണ്ണുമ്മാന്റെ അല്ലെങ്കിൽ ഒരു പെണ്ണുമ്മയാണ് അങ്ങനെ ചെയ്യുക. നിങ്ങളെ ചിന്താഗതി എങ്ങനെയായിക്കാരും, അതുകൊണ്ടായിരിക്കും നിങ്ങൾ അങ്ങനെ പറയുന്നത്. ഒരു ടീം പറഞ്ഞാണ്. രണ്ടാമത്തെ ഒരു ടീം പറഞ്ഞത് ഓലെ വീഡിയോ നമ്മൾ കാണില്ല, അങ്ങനെ ഓലിക്ക് പൈസ കിട്ടിയവർ കഴിച്ചിലാവണ്ട, നമ്മൾ കണ്ടെങ്ങാണ്ട് ഓലിക്ക് പൈസ കിട്ടണ്ട. ഒരു ടീം പറഞ്ഞതാണ്. ആ ടീമിനോട് എന്താ മറുപടി കൊടുക്കേണ്ടതെന്ന് വെച്ചറിയില്ല. എന്തൊരു വർത്താനാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ മൂന്നാമത്തെ ഒരു ടീം നമ്മളെ കാണുമ്പോൾ നമ്മളെ വീഡിയോ നല്ല രസം കിട്ടും കാണാൻ. ഇതൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരാണ്. അത് വേറെ സത്യം. നമ്മളെ വീഡിയോ കാണാൻ നല്ല രസം കിട്ടും, നല്ല ഉഷാറാണ്, നമ്മളെല്ലാവരും കാണാനുണ്ട്. ഈ ആൾക്കാർ പിന്നെ പെരിയിൽ പറയണത് തമ്മിൽ ചർച്ച ഉണ്ടാകുമ്പോൾ പെരിയിൽ പറയണത് എന്താ പറയുക, എന്തോ അവൻ്റെ കഥ, അവന് തീരെ കഥയല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ നടക്കണേ, പണിക്കൊന്ന് പോകണ്ടേ എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. ഞാൻ പണിക്ക് പോകാതെ എൻ്റെ കയ്യിൽ ആരെ തിന്നാൻ കൊടുക്കണമെന്ന് എനിക്കറിയുന്നില്ല. അത്ര എന്തിച്ചാൽ പറയാം. ഞാൻ പണിക്ക് പോയി എൻ്റെ പേരിൽ വേറെ ആരും തിന്നാൻ കൊടുക്കണില്ല, ഞാൻ തന്നെയാണ് തിന്നാൻ കൊടുക്കണത്, ഒരാരും കൊടുക്കണില്ല. നിങ്ങൾ അങ്ങനെ കൊടുക്കണ്ടെങ്കിൽ നിങ്ങൾ പറയണതിൽ വാല്യൂ ഉണ്ട്. അല്ലാതെ വെറുതെ ഒരു എന്താ തിരിടുക എന്നൊക്കെ പറയും. നമ്മൾ വേറെ സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയില്ല, ഇങ്ങനെ കത്തിച്ച വെറുതെ ഒരു തുമ്പിൽ ഇങ്ങനെ ഇട്ടൊട്ടു പോകും. പിന്നെ ഇങ്ങനെ ആളി കൊത്തു ഓരോരുത്തരുടെ മനസ്സിൽ നിന്ന് കിട്ടിയാൽ മതിയല്ലോ എന്നിങ്ങനെ കയറാൻ. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. യൂട്യൂബ് തുടങ്ങുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ ചിലപ്പോൾ നമ്മൾ കഴിച്ചിലാവുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയൊക്കെ ചിലപ്പോൾ പറയാൻ പറ്റൂല. കാരണം കഴിച്ചിലാണെന്ന് കാണുമ്പോഴാണല്ലോ ഇങ്ങനത്തെ ഓരോ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരും. സാധാരണ അങ്ങനെയല്ലേ വരിക. കഴിച്ചിലാവുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന ഇക്കാരത്. മനുഷ്യൻ കഴിച്ചിലാകുമ്പോഴാണല്ലോ മറ്റു മനുഷ്യന് ഉള്ളിലെ ഇറങ്ങേറ് വരില്ലേ. അങ്ങനെയാണല്ലോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഏതായാലും ഈ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വന്നതാണ്. ഞാനിതുവരെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്തിട്ടില്ല. ഇങ്ങനെ പറയണതും ഇങ്ങനെ ഇതാക്കണം ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ കേട്ടപ്പോൾ എനിക്ക് എന്താ പഠിച്ചാലേ ആൾക്കാർ ഇങ്ങനെ പറയണമെന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു. എന്തായാലും പറയാനുള്ളവരൊക്കെ പറയണം, ഇനിയും പറയണം. ഇതിനെക്കുറിച്ച് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയണം. ഞാനത് കേൾക്കാൻ റെഡിയാണ്. അതൊന്നും നമുക്കൊരു വിഷയമല്ല. നമ്മളെ പെരയിൽ അടുപ്പത്തണമെങ്കിൽ, നമ്മളെ പെരയിൽ ചോറും കൂട്ടാനാണെങ്കിൽ ഞാൻ തന്നെ പണിക്കോണം, വേറെ ആരും കൊണ്ടു തരില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടിട്ട് പൈസ ഇട്ട്, നിങ്ങൾ കാണാതെ പൈസ ഇട്ട് നമുക്കൊരു സംഗതി പഠിച്ചോ തരാൻ വിചാരിച്ചിട്ടാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും നമുക്ക് കിട്ടും. അതിന് നിങ്ങൾ എന്ത് പരാക്രമങ്ങൾ കാണിച്ചിട്ട് കാര്യമില്ല, നമുക്ക് കിട്ടാകണമെങ്കിൽ നമുക്ക് കിട്ടും. ഇനി നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്ന് തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പഠിച്ചു വെച്ച് മാണ്ടാന്ന് കരുതിക്കണമെങ്കിൽ ഇച്ച് കിട്ടൂല. ഞാൻ അത്ര മനസ്സിലാക്കണോളൊക്കെ. കിട്ടിയാലും ഹൈറ്, കിട്ടിയിട്ടില്ലെങ്കിലും ഹൈറ്, എല്ലാം അൽഹംദുലില്ലാ. അത്ര നമുക്ക് കിട്ടണമൊക്കെ നമ്മുടെ ബോണസാണ്. ഞാൻ അപ്പം ചിന്തിക്കണം. ഏതായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇതിപ്പോൾ ആരും എന്നോട് എടുക്കാനോ ഇടാനൊന്നും പറഞ്ഞല്ല. എനിക്കിങ്ങനെ കേട്ടപ്പോൾ അത് പറഞ്ഞിടണല്ലോ എന്നുള്ള ഒരു ഈ പറഞ്ഞ ഇത് കാണണമെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മളോട് എന്തായാലും നേരിട്ട് പറയില്ല.
നേരിട്ട് പറഞ്ഞാൽ എനിക്ക് അതിനുള്ള ആൻസറിൻ്റെ അടുത്തുണ്ട് നിങ്ങളോട് നേരിട്ട് പറയുകയാണെങ്കിൽ, പക്ഷെ നിങ്ങൾ നേരിട്ട് പറയില്ല. അപ്പോൾ ഈ കാണുന്നവർ ഇങ്ങനെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട്, കാണുകയാണെങ്കിൽ ഇതിലൂടെ കാണട്ടെ എന്ന് വിചാരിച്ച് പറയണതാണ്. ഏതായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ, പിന്നെ എല്ലാവരും കഴിച്ചില്ലാവട്ടെ, ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇല്ലാതെ പിന്നെ നന്മ മാത്രം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അസ്സലാമു അലൈക്കും.